ഹരി ഓം. ഓം നമോ നാരായണായ. ജയ് ശ്രീറാം. സംസ്കാര സംഘടന സേവെ SPYSS NYC ഓൺലൈനിന്റെ ഭാഗമായി നടത്തിവരുന്ന നാരായണീയ പഠനയാത്ര കാസർഗോഡ് ജില്ലയിൽ നിന്നും പുറപ്പെട്ട് കണ്ണൂർ വഴി വയനാട് ചുരമിറങ്ങി കോഴിക്കോട് നിന്നും മലപ്പുറം വഴി പാലക്കാട് എത്തിയിരിക്കുകയാണ്. ഞാൻ പാലക്കാട് നിന്നും ഗൗരിദേവി അക്ക ഇവിടെ എത്തിച്ചേർന്ന ഏവരെയും സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. മലപ്പുറം ജില്ലയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നാരായണീയം നമുക്ക് സമ്മാനിച്ച മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെയും ജ്ഞാനപ്പാന സമ്മാനിച്ച പൂന്താനം തിരുമേനിയുടെയും അധ്യാത്മരാമായണം എഴുതിയ തുഞ്ചത്തെഴുത്തച്ഛന്റെയും ജന്മം കൊണ്ട് പുണ്യമായ ഭൂമിയാണ്. പ്രാചീന കാലത്തെ വള്ളുവനാട് വംശത്തെയും സാമൂതിരി വംശത്തെയും അനുസ്മരിപ്പിക്കുന്ന 12 വർഷത്തിലൊരിക്കൽ നടത്തി വന്ന മാമാങ്കം മലപ്പുറത്തെ തിരുനാവായയിൽ ഭാരതപ്പുഴ എന്ന നീളാനദീ തീരത്തായിരുന്നു നടന്നിരുന്നത്. പ്രസിദ്ധമായ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയും മലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നു. മലപ്പുറത്തെ പ്രസിദ്ധമായ പല ക്ഷേത്രങ്ങളുമുണ്ട്. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം, പൂമൂടൽ, തേങ്ങ ഉടച്ച് മുട്ടറുക്കൽ, കാർത്തിക വിളക്ക് എന്നിവയ്ക്ക് വളരെ പ്രസിദ്ധമാണ്. തിരുമാന്നാങ്കുന്ന് ഭഗവതി ക്ഷേത്രം മാംഗല്യ പൂജയ്ക്ക് വളരെ പ്രസിദ്ധമാണ്. തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രം ശ്രാദ്ധ പൂജകൾക്ക് പ്രസിദ്ധി ആർജിച്ചതാണ്. ഭാരതത്തിലെ 108 തിരുപ്പതികളെ ദിവ്യദേശങ്ങൾ എന്ന് പറയും. കേരളത്തിലെ 11 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിനടുത്തുള്ള ശിവക്ഷേത്രം, ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം, വൈരങ്കോട് ദേവി ക്ഷേത്രം, അങ്ങനെ പല പ്രാചീന ക്ഷേത്രങ്ങളും മലപ്പുറത്തുണ്ട്. മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന തുഞ്ചത്തെഴുത്തച്ഛന്റെ ജന്മസ്ഥലമായ തിരൂർ എന്ന സ്ഥലത്ത് തുഞ്ചൻ സ്മാരകമായ തുഞ്ചൻ പറമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സ്ഥലത്ത് വിജയദശമി ദിനത്തിൽ കുട്ടികൾക്ക് വിദ്യാരംഭം ഇപ്പോഴും നടത്തിവരുന്നു. തിരൂർ എന്ന ദേശത്ത് ജനിച്ച മറ്റൊരു മഹാവ്യക്തിയാണ് മഹാകവി വള്ളത്തോൾ. പാലക്കാടിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രകൃതി രമണീയമായ പാലക്കാട് നോക്കെത്താ ദൂരം വരെ പടർന്നു കിടക്കുന്ന പാടശേഖരങ്ങളും മലകളും പുഴകളും കൊണ്ട് സമൃദ്ധമാണ്. പാലക്കാട് ശേരി ക്ഷയിച്ച് പാലക്കാടായതാണെന്നും പാലമരങ്ങളുടെ കാടുണ്ടായിരുന്നതിനാൽ പാലക്കാട് എന്ന പേര് വന്നു എന്നും ഐതിഹ്യമുണ്ട്. കേരളത്തിന്റെ നെല്ലറ എന്ന വിശേഷണവും പാലക്കാടിനുണ്ട്. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്ന ബ്രാഹ്മണരുടെ അഗ്രഹാരം പാലക്കാട് കൽപ്പാത്തിയിലാണ്. ഇവിടുത്തെ കാശി വിശ്വേശ്വര ക്ഷേത്രത്തിലെ രഥോത്സവം വളരെ പ്രസിദ്ധമാണ്. അതുപോലെ നെന്മാറ വല്ലങ്കി വേലയും അതിനോടനുബന്ധിച്ച പൂരവെടിക്കെട്ടും വളരെ പ്രസിദ്ധമാണ്. ഓട്ടംതുള്ളൽ എന്ന കലയിൽ പ്രസിദ്ധനായ കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം പാലക്കാടാണ്. അദ്ദേഹം ജനിച്ച ഭവനം ഇന്ന് കുഞ്ചൻ സ്മാരകമായി ഇപ്പോഴും പ്രവർത്തിക്കുന്നു. കർണാടക സംഗീതത്തിലെ സംഗീതാചാര്യനായിരുന്ന ചെമ്പൈ എന്നറിയപ്പെടുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ജനിച്ചത് പാലക്കാട് ജില്ലയിലെ കോട്ടായി എന്ന ഗ്രാമത്തിലാണ്. ഇതിനപ്പുറം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന വനിതകളിൽ ഒരാളായിരുന്ന AV കുട്ടിമാളു അമ്മയുടെ ജന്മസ്ഥലവും പാലക്കാടാണ്. 100 വർഷത്തേക്കാൾ പഴക്കമുള്ള വടക്കത്ത് തറവാട് ഇന്നും ഒരു സ്മാരകമായി നിലകൊള്ളുന്നു. ഇങ്ങനെയുള്ള പല മഹാത്മാക്കൾ ജനിച്ച പുണ്യ ഭൂമിയാണ് പാലക്കാട് മലപ്പുറം. പാലക്കാടുള്ള മറ്റു ക്ഷേത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഹേമൂർ മൂകാംബിക ക്ഷേത്രം കല്ലേങ്കുളങ്ങര, തിരുവാലത്തൂർ നണ്ടുമൂർത്തി ക്ഷേത്രം, കരിമ്പുഴ ശ്രീരാമക്ഷേത്രം, പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ക്ഷേത്രം, ചിനക്കത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്രം, ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവ് മലബാറിലെ ശബരിമല എന്നും അറിയപ്പെടുന്നു. 1000 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മണപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം, പരിയാനംപെറ്റ ഭഗവതി ക്ഷേത്രം, പറയിപെറ്റ പന്തിരുകുലത്തിലെ ഒരാളായ വായില്ലാക്കുന്നിലപ്പന്റെ ക്ഷേത്രവും ഇവിടെയുണ്ട്. പല പ്രാചീന പഴക്കമുള്ള ക്ഷേത്രങ്ങളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഇതുകൂടാതെ മലപ്പുറം പാലക്കാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നിലമ്പൂർ ടീക്ക് മ്യൂസിയം, കൊല്ലംകൊള്ളി വാട്ടർഫാൾസ്, പടിഞ്ഞാറേക്കര ബീച്ച്, നെല്ലിയാമ്പതി ഹിൽസ്, മലമ്പുഴ ഡാം, അവിടുത്തെ ഗാർഡൻസ്, ഇവിടെ സ്ഥിതി ചെയ്യുന്ന സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ റോക്ക് ഗാർഡൻസ്, വാസ്തുശില്പങ്ങൾ എന്നിവ വളരെ ആസ്വാദകരമാണ്. അതുകൂടാതെ സൈലന്റ് വാലി പാർക്ക്, പറമ്പിക്കുളം നാഷണൽ പാർക്ക്, ടിപ്പു സുൽത്താൻ ഫോർട്ട്, അട്ടപ്പാടി ട്രൈബൽ വില്ലേജ്, ധോണി വാട്ടർഫോൾസ്, ഇങ്ങനെ ഒട്ടനവധി വിനോദസഞ്ചാര ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ഈ 2 ജില്ലകളിലും ജനങ്ങൾ ജാതിമത ഭേദമന്യേ വളരെ സൗഹാർദ്ദത്തോടുകൂടി ജീവിച്ചു വരുന്നു. ലാൻഡ് ഓഫ് സൊക്കർ എന്നുകൂടി മലപ്പുറത്തിന് വിശേഷണമുണ്ട്. കാരണം
ഫുട്ബോൾ പ്രേമികളുടെ നാട് കൂടിയാണ് മലപ്പുറം. അപ്പോൾ നമുക്ക് ഇന്നത്തെ നാരായണീയ പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് കാടാമ്പുഴ ഭഗവതിയുടെയും തിരുമാന്താംകുന്ന് ദേവിയുടെയും നവമുകുന്ദപ്പന്റെയും കൽപ്പാത്തി വിശ്വനാഥന്റെയും അനുഗ്രഹം സാങ്കല്പികമായി വാങ്ങിക്കൊണ്ട് വളരെ പുരാതനമായ കരിമ്പുഴ ശ്രീരാമക്ഷേത്രത്തിന്റെ സന്നിധിയിൽ സങ്കല്പിച്ചുകൊണ്ട് ഇന്നത്തെ പഠനം ആരംഭിക്കാം. ഇന്ന് പഠനത്തിന്റെ 80-ാം ദിവസമാണ്. 70-ാം ദശകമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സുദർശനാദി മോക്ഷ വർണ്ണം. ആദ്യമായി ധ്യാന ശ്ലോകം ചൊല്ലുന്നതിനായി അനിരുദ്ധ് കേശവൻ അണ്ണനെ ക്ഷണിച്ചുകൊള്ളും. ഹരിയോമണ്ണ. അഗജാനന പദ്മാർത്തം ഗജാനന മഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ ഏകദന്തമുപാസ്മഹേ. ശ്രീ മഹാഗണപതയേ നമഃ. ഗുരുവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദ്യാഭ്യാം നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണിം വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ശ്രീ മഹാസരസ്വതീ നമഃ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിയോ. അടുത്തതായി ചാൻഡിങ് ഗൈഡൻസ് നൽകുന്നതിനായി മലപ്പുറത്ത് നിന്നും പ്രഭാ വിജയകുമാർ അക്കയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോമക്ക. ചാൻഡിങ് റിപ്പീറ്റേഷൻ ചെയ്യുന്നതിനായി ഇവിടെ വന്നിരിക്കുന്നത് മലപ്പുറത്ത് നിന്ന് നവമണി അക്ക, ദേവകി അക്ക, ഉഷാ കെ അക്ക, തിലകം അക്ക, സുജാത അക്ക, പാലക്കാട് നിന്ന് വിജയകുമാർ അണ്ണൻ, രവിദാസ് അണ്ണൻ, സരിതാ പ്രസാദ് അക്ക, ഉഷാ സുകുമാരൻ അക്ക, രാജൻ അണ്ണ എന്നിവരാണ്. ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോം അണ്ണ. ഹരിയോമക്ക. ഹരിയോം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിയോം. ദശകം 70. സുദർശന ശാപമോക്ഷവും ശംഖചൂഡവധവും അരിഷ്ടവധവും. സുദർശനൻ എന്നു പേരുള്ള ഗന്ധർവന്റെ ശാപമോക്ഷത്തെക്കുറിച്ചും വൈഷ്ണവ ഭൃത്യനായ ശംഖചൂഡന്റെ വധത്തെക്കുറിച്ചും വൃഷരൂപിയായ, അതായത് കാളയുടെ രൂപത്തിൽ വന്ന അരിഷ്ടാസുരനെ നിഗ്രഹിച്ച കഥയുമാണ് ഈ ദശകത്തിൽ പറയുന്നത്. ഇതിൽ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ പൃഥ്വി വൃത്തത്തിലും പിന്നീടുള്ള 5 ശ്ലോകങ്ങൾ സ്വാഗത വൃത്തത്തിലുമാണ് രചിച്ചിരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ ശ്ലോകം നോക്കാം. പദച്ഛേദം നോക്കാം. ഇതി ത്വയി രസാകുലം രമിതവല്ലഭേ വല്ലവാഹ കഥാപി പുരം അംബികാ കമിതുഹു അംബികാ കാനനെ സമേദ്യ ഭവതാ സമം നിഷേവ്യ ദിവ്യോത്സവം സുഖം സുഷുപുഹു അഗ്രസീദ് വൃജവം ഉഗ്രനാഗസ്തഥാ. ശ്ലോകം ചൊല്ലി നോക്കാം. ഇതി ത്വയി രസാകുലം രമിതവല്ലഭേ വല്ലവാഹ കഥാ വിപുരമംബികാ കമിതുരംബികാ കാനനെ. ഇതി ത്വയി രസാകുലം രമിതവല്ലഭേ വല്ലവാഹ കഥാ വിപുരമംബികാ കമിതുരംബികാ കാനനെ. സമേദ്യ ഭവതാ സമം നിഷേവ്യ ദിവ്യോത്സവം സുഖം സുഷുപുരഗ്രസീദ് വൃജപമുഗ്രനാഗസ്തദാ.
സമേദ്യ ഭവദാ സമം നിശി നിഷേവ്യ ദിവ്യോത്സവം സുഖം സുഷുപുരഗ്രസീത് വ്രജവമുഗ്രനാഗസ്തദാ. ഇതി ത്വയിരസാകുലം രമിതവല്ലഭേ വല്ലവാഹ കഥാഭിപുരമംബികാ കമിതുരംബിക കാനനെ സമേദ്യ ഭവദാ സമം നിശി നിഷേവ്യ ദിവ്യോത്സവം സുഖം സുഷുപുരഗ്രസീത് വൃജഭമുഗ്രനാഗസ്തദാ. ഇതി ത്വയിരസാകുലം രമിതവല്ലഭേ വല്ലവാഹ കഥാഭിപുരമംബികാഗമിതുരംബികാ കാനനെ സമേത്യ ഭവതാം സമം നിശി നിഷേവ്യ ദിവ്യോത്സവം സുഖം സുഷുപുരഗ്രസീത് പ്രജപമുഗ്രനാഗസ്തദാ. അടുത്തത് ശ്ലോകം 2 പദച്ഛേദം നോക്കാം. സമുന്മുഖം അത ഉന്മുഖൈഹി അഭിഹതേ അഭി തസ്മിൻ ബലാത് അമുച്യതി ഭവത്പദേ ന പതി പാഹി പാഹി ഇതി തൈഹി തഥാ ഖലു പദാ ഭവാൻ സമുപഗമ്യ സ്പർശതം ബഭൗ സഹജ നിജാം തനും സമുപസാദ്യ വൈദ്യാധരി. ഇനി ശ്ലോകം ചൊല്ലാം. സമുന്മുഖമുദോൽമുഖേ അഭിഹതേഭി തസ്മിൻ ബലാത് അമുഞ്ജതി ഭവേത്പദേന പതി പാഹി പാഹീതി തൈഹി സമുന്മുഖമധോന്മുഖൈരഭിഹതേഭി തസ്മിൻ ബലാ അമുഞ്ജതി ഭവത്പദേ നൃപതി പാഹി പാഹീതി തൈഹ തഥാ ഖലു പദാ ഭവാൻ സമുപഗമ്യ സ്പർശതം ഭവൗ സ ച നിജാം തനു സമുപസാദ്യ വൈദ്യാധരീം. തദാ ഖലു പദാ ഭവാൻ സമുപഗമ്യ സ്പർശതം ഭവൗ സ ച നിജാം തനും സമുപസാദ്യ വൈദ്യാധരിം. സമുന്മുഖമുദോന്മുഖേ അഭിഹതേഭി തസ്മിൻ ബലാത് അമുഞ്ജതി ഭവത്പദേന പതി പാഹി പാഹീതി തൈഹി തഥാ ഖലു പദാ ഭവാൻ സമുപഗമ്യ സ്പർശതം ബഭൗ സ ച നിജാം തനു സമുപസാദ്യ വൈദ്യാധരീം. സമുന്മുഖമധോന്മുഖൈരഭിഹതേഭി തസ്മിൻ ബലാ അമുഞ്ജതി ഭവത്പദേ ന്യപതി പാഹി പാഹീതി തൈഹ തദാ ഖലു പദാ ഭവാൻ സമുപഗമ്യ സ്പർശതം ഭവൗ സ ച നിജാം തനും സമുപസാദ്യ വൈദ്യാധരിം. ശ്ലോകം 3 പദച്ഛേദം നോക്കാം. സുദർശനധര പ്രഭോ നനു സുദർശന ആഖ്യഃ അസ്മിൻ അഹം മുനിൻ ക്വചിത് ഉപാഹസം ത ഇഹ മാം യദുഃ വാഹസം ഭവത് പദസമർപ്പണാത് അമലതാം ഗതഃ അസ്മി ഇതി അസൗ സ്തുവൻ നിജപദം യയോ വൃജപദം ച ഗോപാമുദ. ഇനി ശ്ലോകം നോക്കാം. സുദർശനധര പ്രഭോ നനു സുദർശനാഖ്യോസ്മ്യഹം മുനിൻ ക്വചിദപാഹസം ത ഇഹ മാം യദുർവാഹസം. സുദർശനധര പ്രഭോ നനു സുദർശനാഖ്യോസ്മ്യഹം മുനിൻ ക്വചിദുപാഹസം ത ഇഹ മാം യദുർവാഹസം. ഭവത്പദസമർപ്പണാദമലദാംഗദോസ്മി തൗസൗ സ്തുവൻ നിജപദം യയോ വൃജപദം ച ഗോപാമുദ. ഭവത്പദസമർപ്പണാദമലതാം ഗതോസ്മീത്യസൗ സ്തുവൻ നിജപദം യയോ വ്രജപദം ച ഗോപാമുദാ. സുദർശനധര പ്രഭോ നനു സുദർശനാഖ്യോസ്മ്യഹം മുനിൻ ക്വചിദപാഹസം തൈഹ മാം യദുർവാഹസം. ഭവത്പദസമർപ്പണാദമലദാംഗദോസ്മി തൗസൗ സ്തുവൻ നിജപദം യയോ വൃജപദം ച ഗോപാമുദ. സുദർശനധര പ്രഭോ നനു സുദർശനാഖ്യോസ്മ്യഹം മുനിം ക്വചിദുപാഹസം ത ഇഹ മാം യദുർവാഹസം. ഭവത്പദസമർപ്പണാദമലതാം ഗതോസ്മീത്യസൗ സ്തുവൻ നിജപദം യയോ വ്രജപദം ച ഗോപാമുദാ. ശ്ലോകം 4 പദച്ഛേദം നോക്കാം. കഥാപി ഖലു സീരിണ വിഹരതി ത്വയി സ്ത്രീജനൈർഹി ജഹാരധനത അനുഗ്രഹ സഹ കില ശങ്കചൂഡഃ
അബലാഹ അതിദ്രുതം അനുദ്രുതഃ തം അഹ മുക്തനാരീജനം രുരോജിത ശിരോമണിം ഫലവൃതേ ച തസ്യ ആദദാഹ. ഇനി ശ്ലോകം നോക്കാം. കഥാ വികലു സീരിണാ വിഹരതി ത്വയി സ്ത്രീജനൈഃ ജഹാരദനധാനുക സക്കില ശങ്കചൂഡോ ബലാഹ. കഥാപി ഖലു സീരിണാ വിഹരതി ത്വയി ശ്രീജനൈഃ ജഹാരദനദാനുക സഖില ശങ്കചൂഡോ ബലാഃ. അതിദ്രുതമനുദ്രതസ്തമഗ്ധമുക്തനാരീജനം രുരോജിത ശിരോമണിം ഹലഭൃതേ ച തസ്യാദദാഹ. അതിദ്രുതമനുദ്രുതസ്തമദമുക്തനാരീജനം രുരോജിത ശിരോമണിം ഹലഭൃതേ ച തസ്യാദദാഹ. കഥാ വികലു സീരിണാ വിഹരതി ത്വയി സ്ത്രീജനൈഃ ജഹാരദനധാനുക സക്കില ശങ്കചൂഡോ ബലാഹ. അതിദ്രുതമനുദ്രുതസ്തമദമുക്തനാരീജനം രുരോജിത ശിരോമണിം ഹലഭൃതേ ച തസ്യാദദാഹ. കഥാപി ഖലു സീരിണാ വിഹരതി ത്വയി ശ്രീജനൈഃ ജഹാരദനദാനുക സഖില ശങ്കചൂഡോ ബലാഃ. അതിദ്രുതമനുദ്രുതസ്തമദമുക്തനാരീജനം രുരോജിത ശിരോമണിം ഹലഭൃതേ ച തസ്യാദദാഹ. ശ്ലോകം 5 പദച്ഛേദം നോക്കാം. ദിനേഷു ച സുഹൃത് ജനൈഃ സഹ വനേഷു ലീലാപരം മനോഭവം മനോഹരം രസിത വേണുനാദം അമൃതം ഭവന്തം അമരീദൃശാം അമൃതപാരണാധായിനം വിചിന്യ കിമു ന ആലപൻ വിരഹ താപിത ഗോപികാഹ. ഇനി ശ്ലോകം നോക്കാം. ദിനേഷു ച സുഹൃജനൈ സഹ വനേഷു ലീലാപരം മനോഭവ മനോഹരം രസിത വേണുനാദാമൃതം. ദിനേഷു ച സുഹൃജനൈ സഹ വനേഷു ലീലാപരം മനോഭവ മനോഹരം രസിത വേണുനാദാമൃതം. ഭവന്തമരീദൃശാമൃതപാരണാധായിനം വിചിന്യ കിമുനാലപൻ വിരഹതാപിതാ ഗോപികാഹ. ഭവന്തമരീദൃശാം അമൃതപാരണാദായിനം വിചിന്യ കിമുനാലപൻ വിരഹതാപിതാ ഗോപികാഃ. ദിനേഷു സച്ചു സുഹൃജനൈ സഹ വനേഷു ലീലാപരം മനോഭവ മനോഹരം രസിത വേണുനാദാമൃതം. ഭവന്തമരീദൃശാമൃതപാരണാധായിനം വിചിന്യ കിമുനാലപൻ വിരഹതാപിതാ ഗോപികാഃ. ദിനേഷു സുഹൃജനൈ സഹ വനേഷു ലീലാപരം മനോഭവ മനോഹരം രസിത വേണുനാദാമൃതം. ഭവന്തമരീദൃശാം അമൃതപാരണാദായിനം വിചിന്യ കിമുനാലപൻ വിരഹതാപിതാ ഗോപികാഃ. ഇനി ശ്ലോകം 6. ഇനി അങ്ങോട്ട് വൃത്തം മാറുകയാണ്. സ്വാഗത വൃത്തത്തിലാണ് രചിച്ചിരിക്കുന്നത്. 6ാമത്തെ ശ്ലോകം പദച്ഛേദം നോക്കാം. ഭോജരാജവൃത കഹതു അധ കശ്ചിത് കഷ്ടദുഷ്ട പദ ദൃഷ്ടിഃ അരിഷ്ടഃ നിഷ്ഠൂര ആകൃതിഃ തിഷ്ഠതേ സമഭവതേ വൃഷരൂപി. ഭോജരാജവൃത കസ്ത്വദ കശ്ചിത് കഷ്ടദുഷ്ട പദ ദൃഷ്ടിരരിഷ്ടഃ. ഭോജരാജഭൃത കസ്ത്വധ കശ്ചിത് കഷ്ടദുഷ്ടപഥദൃഷ്ടിരരിഷ്ടഃ. നിഷ്ഠുരാകൃതിരപഷ്ടുനിനാദഃ തിഷ്ഠതേ സ്മ ഭവതേ വൃഷരൂപി. നിഷ്ഠുരാകൃതിരപഷ്ടുനിനാദഃ തിഷ്ഠതേ സ്മ ഭവതേ വൃഷരൂപി. ഭോജരാജവൃത കസ്ത്വദ കശ്ചിത് കഷ്ടദുഷ്ട പദ ദൃഷ്ടിരരിഷ്ടഃ. നിഷ്ഠുരാകൃതിരപഷ്ടുനിനാദഃ തിഷ്ഠതേ സ്മ ഭവതേ വൃഷരൂപി. ഭോജരാജഭൃത കസ്ത്വധ കശ്ചിത് കഷ്ടദുഷ്ട
दृष्टपथदृष्टिररिष्टः निष्ठुराकृतिरपष्ठुनिनादः तिष्ठते स्म भवते वृषरूपी. അടുത്തത് ശ്ലോകം 7. ശാക പദച്ഛേദം. ശാകരഃ അധഃ ജഗതി ധൃതിഹാരി മൂർത്തിം ഏഷഃ ബൃഹതി പ്രദധാനഃ പത്നീം ആശു പരിഗൂർണ്യ പശൂനാം ഛന്ദസാം നിധിം അവാപ ഭവന്തം. ഈ ശ്ലോകം നോക്കാം. ശാഖരോദ ജഗതി ധൃതിഹാരി മൂർത്തിമേഷ ബൃഹതി പ്രദധാനഃ. शाक्वरोत्त जगदी धृतिहारी मूर्तिमेष बृहदीं प्रदधानः പത്നിമാശു പരിഗൂർണ്യ പശൂനാ ഛന്ദസാ നിധിമവാപ ഭവന്തം. पङ्क्तिमाशु परिघूर्ण्य पशूनां छन्दसां निधिमवाप्न भवन्तम्. ശാഖരോദ ജഗതി ധൃതിഹാരി മൂർത്തിമേഷ ബൃഹതി പ്രദധാനഃ പത്നിമാശു പരിഗൂർണ്യ പശൂനാം ഛന്ദസാ നിധിമവാപ ഭവന്തം. शाक्वरोत्त जगदी धृतिहारी मूर्तिमेष बृहदीं प्रददानः पङ्क्तिमाशु परिघूर्ण्य पशूनां छन्दसां निधिमवाप भवन्तम्. ശ്ലോകം 8. പദച്ഛേദം നോക്കാം. തുംഗശൃംഖമുഖം ആശു അഭിയന്തം സംഗ്രഹയ്യ രഭസാത് അഭിയന്തം ഭദ്രരൂപം അഭിദൈത്യം അഭദ്രം മർദ്ധയൻ അമതയഃ സുരലോകം. ശ്ലോകം ചൊല്ലി നോക്കാം. തുംഗശൃംഗമുഖമാശ്വഭിയന്തം സംഗ്രഹയ്യ രഭസാദഭിയന്തം. തുംഗശൃംഖമുഖമാശ്വഭിയന്തം സംഗ്രഹയ്യ രഭസാഭിയന്തം. ഭദ്രരൂപമഭിദൈത്യമഭദ്രം മർദ്ദയന്നമദയ സുരലോകം. ഭദ്രരൂപമപി ദൈത്യമഭദ്രം മർദ്ദയന്നമഥയഃ സുരലോകം. തുംഗശൃംഗമുഖമാശ്വഭിയന്തം സംഗ്രഹയ്യ രഭസാദഭിയന്തം. ഭദ്രരൂപമഭിദൈത്യമഭദ്രം മർദ്ദയന്നമദയ സുരലോകം. തുംഗശൃംഖമുഖമാശ്വഭിയന്തം സംഗ്രഹയ്യ രഭസാഭിയന്തം. ഭദ്രരൂപമപി ദൈത്യമഭദ്രം മർദ്ദയന്നമദയഃ സുരലോകം. അടുത്തത് ശ്ലോകം 9. പദച്ഛേദം നോക്കാം. ചിത്ര അദ്യ ഭഗവൻ വൃഷ ഘാതാത് സുസ്ഥിരാജനി വൃഷസ്ഥിതിഃ ഭൂയാൻ മോദഃ ഇതി അഭിനുതഃ അസി സുരൈഹിതം. ശ്ലോകം നോക്കാം. ചിത്രമദ്യ ഭഗവൻ വൃഷഘാതാത് സുസ്ഥിരാജനി വൃഷസ്ഥിതിരുർവ്യാം. ചിത്രമത്യ ഭഗവൻ വൃഷഘാതാത് സുസ്ഥിരാജനി വൃഷസ്ഥിരുവ്യാം. വർദ്ധതേ ച വൃഷചേതസി ഭൂയാൻ മോദ ഇത്യഭിനുതോസി സുരൈസ്തം. വർത്തത്തെ ച വൃഷചേതസി ഭൂയാൻ മോദയിത്യഭിനുതോസി സുരൈസ്ത്വം. ചിത്രമദ്യ ഭഗവൻ വൃഷഘാതാത് സുസ്ഥിരാജനി വൃഷസ്ഥിതിരുർവ്യാം. വർദ്ധതേ ച വൃഷചേതസി ഭൂയാൻ മോദ ഇത്യഭിനുതോസി സുരൈസ്തം. ചിത്രമത്യ ഭഗവൻ വൃഷഘാതാത് സുസ്ഥിരാജനി വൃഷസ്ഥിരുവ്യാം. വർത്തത്തെ ച വൃഷചേതസി ഭൂയാൻ മോദയിത്യഭിനുതോസി സുരൈസ്ത്വം. അടുത്തത് ശ്ലോകം 10. പദച്ഛേദം നോക്കാം. ഔഷകാണി പരിധാവത ദൂരം വീക്ഷ്യതാം അയം ഇഹ മോഷ വിഭേതി ഇത്തം ആതഹസിതൈഃ സഹ ഗോപൈഃ ഗേഹ ഗഹത്വം അവവാദപുരേശ. ശ്ലോകം ചൊല്ലി നോക്കാം.
ഔഷകാണി പരിധാവത ദൂരം വീക്ഷ്യതാമയമിഘോഷ വിഭേദി ഔഷകാണി പരിധാവത ദൂരം വീക്ഷതാ മഹ്യേക്ഷതി വേദി ഇത്തമാത ഹസിതൈ സഹ ഗോപൈഃ ഗേഹഗസ്ത്വമവവാദ പുരേശ ഇസ്തമാത ഹസിതൈ സതി ഗോപൈർ ഗേഹസ്തമാവവാത പുരേശ ഔഷകാണി പരിധാവത ദൂരം വീക്ഷ്യതാമയമിഘോഷ വിഭേദി ഇത്തമാത ഹസിതൈ സഹ ഗോപൈഃ ഗേഹഗസ്ത്വമവവാദ പുരേശ ഔഷകാണി പരിധാവത ദൂരം വീക്ഷ്യതാ മഹ്യേക്ഷതി വേദി ഇസ്തമാത ഹസിതൈ സഹ ഗോപൈർ ഗോഹൈസ്തമവവാത പുരേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ഈ 10 ശ്ലോകങ്ങളുടെയും എക്സ്പ്ലനേഷൻ ചെയ്യുന്നതിനായി മലപ്പുറത്ത് നിന്നും വന്ന് പാർവതിയൊക്കെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോമക്ക. ഹരിയോ. ഈ ശ്ലോകമൊക്കെ വായിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് അതിന്റെ വിവരണം കൂടി എന്താന്ന് നോക്കാം. 1-ാമത്തെ ശ്ലോകം അതിന്റെ വിവരണമാണ് ഞാൻ പറയുന്നത്. ഇവര് വൃന്ദാവനത്തിൽ നിന്ന് അവർക്ക് തോന്നി നമുക്കിനി അംബികാവനം വരെ ഒന്ന് പോവാന്ന്. കാരണം എന്താ അറിയോ, അവരുടെ കുടുംബക്ഷേത്രം അവിടെയാണ്, അംബികാവനത്തിലാണ്. ഒരു ചെറിയൊരു ശിവക്ഷേത്രമാണ്. അവിടേക്ക് എല്ലാവർക്കും കൂടി പോവുക തീരുമാനിച്ച്. ഒരു കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ അവിടെ ഉത്സവം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അത് കാണാൻ എല്ലാവരും കൂടി പുറപ്പെട്ട് പോയി. കുറച്ച് ദൂരെയായിട്ടാണ് അംബികാവനം. എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി പോയി അവിടെ എത്തി. അമ്പലമൊക്കെ കണ്ട് അപ്പൊ അവർക്ക് സന്തോഷമായി. എന്താ അറിയോ, അമ്പലമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്, കൊടി തോരണങ്ങൾ തൂക്കിയിട്ടും അതുപോലെ അമ്പലത്തിന്റെ ഭിത്തിയും തറയൊക്കെ കളറ് കൊടുത്തിട്ടും അതുപോലെ തന്നെ അമ്പലത്തിന് ചുറ്റുപുറത്തും പന്തലിട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയിട്ട്. മാത്രല്ല ആ അമ്പലത്തിന്റെ അടുത്ത് കൂടിയാണ് പുണ്യനദിയായ സരസ്വതി നദി ഒഴുകുന്നത്. അപ്പൊ ഇവർക്ക് അധികം സന്തോഷമായി. എന്നാ ശരി നമുക്ക് കുളിച്ചിട്ട് അമ്പലത്തിൽ കയറാൻ തീരുമാനിച്ചു. അവർ പൂജാദ്രവ്യങ്ങളും അതുപോലെ അവർ കൊണ്ടുവന്ന സാധനമൊക്കെ പന്തലിന്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് എല്ലാവരും കൂടി സരസ്വതി നദിയിൽ പോയി കുളിച്ചു വന്ന് അമ്പലത്തില് പ്രദക്ഷിണമൊക്കെ നടത്തി ഭഗവാന് നൈവേദ്യം നൽകി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും നേരെ ഉച്ചയായി. ഉത്സവം നടക്കുകയാണല്ലോ. അപ്പൊ എന്തായാലും ഉച്ചയ്ക്ക് സദ്യ ഉണ്ടാവും. നല്ല സദ്യ ഒരുക്കിയിട്ടുണ്ട്. ആ സദ്യയും കഴിച്ച് അപ്പോഴേക്ക് ഉച്ച കഴിഞ്ഞു തുടങ്ങി. പിന്നെ ഒരു പരിപാടിയും കൂടി അവിടെ ഉണ്ടായിരുന്നു. എന്താ അറിയോ, ഈ ഉത്സവത്തിന് എത്തിയിട്ടുള്ള ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു. അവർക്ക് പശുക്കളും വസ്ത്രങ്ങളും രത്നങ്ങളും മധുരപലഹാരവും ഒക്കെ ദാനധർമ്മങ്ങൾ കൊടുക്കാനുള്ള ഒരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞപ്പോഴേക്ക് നേരെ സന്ധ്യ ആവാറായി. അപ്പൊ എന്നാ ഇനി നമുക്ക് ഇന്ന് പോണ്ട, നാളെ രാവിലെ സരസ്വതി നദിയിലെ കുളി കഴിഞ്ഞിട്ട് നമുക്ക് പോവാ തീരുമാനിച്ച് എല്ലാരും കൂടി ഇന്ന് സരസ്വതി നദിയുടെ തീരത്ത് നമുക്ക് വിശ്രമിക്കാന്ന് പറഞ്ഞ് എല്ലാരും കൂടി അങ്ങോട്ട് പോയി. അവിടെ എത്തിയപ്പോഴേക്ക് നേരെ ഇരുട്ടായി തുടങ്ങി. അപ്പൊ വെളിച്ചത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു അറിയോ, നദിയുടെ കരയിലെ ഉണങ്ങിയ ചെറിയ വടികള് ചുള്ളലൊക്കെ ഉണ്ടായിരുന്നു. അതെടുത്ത് അവര് തീ കൊളുത്തി കുറെ നേരമായി. ആ വെളിച്ചത്തിൽ ഇരുന്നവര് ഭജന പാടിയിട്ടും ഭഗവത് കഥകൾ പറഞ്ഞിട്ടൊക്കെ കുറെ നേരം ചെലവഴിച്ചു. കുറെ കഴിഞ്ഞപ്പോ ഇരുട്ടിന്റെ കട്ടി ഇങ്ങനെ കൂടി തുടങ്ങി. മാത്രല്ല നേരിയ തണുപ്പും. അപ്പൊ അവര് നമുക്കിനി കിടക്കാം പറഞ്ഞ് സൗകര്യമുള്ള സ്ഥലത്ത് എല്ലാവരും കിടന്ന് കുറെ കഴിഞ്ഞപ്പോ അതാ ഭയങ്കര ഒരു നിലവിളി കേൾക്കണം. അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നും പറഞ്ഞിട്ട് ഉടനെ ഗോപന്മാര് ഞെട്ടി ഉണർന്ന് കേട്ടപ്പോഴേക്കും അവര് ഈ ശബ്ദം കേട്ട ദിക്കിലേക്ക് പോയി. കണ്ടത് എന്താണെന്നറിയോ, നന്ദഗോപരെ ഒരു സർപ്പം, ഒരു മലമ്പാമ്പ് ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാനാണെങ്കിൽ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പകുതി ഭാഗം പോലെയൊക്കെ എത്തി തുടങ്ങി. അപ്പൊ അതാണ് 1-ാമത്തെ ശ്ലോകത്തിന്റെ വിവരണം. ഈ 2-ാമത്തെ നമുക്ക് നോക്കാം. അപ്പൊ എന്ത് ചെയ്തറിയോ ഗോപന്മാര്, അവര് ഇവിടെ തലേ ദിവസം കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് കൊള്ളികൾ ഉണ്ടായിരുന്നല്ലോ,
അതെടുത്തിട്ട് ഈ പാമ്പിനെ കുത്താനും അടിക്കാനും ഒക്കെ തുടങ്ങി. എന്ത് ചെയ്തിട്ട് ഈ പാമ്പ് കടി വിടണില്ല, ഒരു ഗത്യന്തരമില്ല. അവസാനം അവര് ഭഗവാനെ ശരണം പ്രാപിച്ച് ഗോപന്മാര് ചെന്നിട്ട് പറഞ്ഞ്, ഭഗവാനെ നന്ദഗോപരന്റെ ഒരു സർപ്പം വീണ്, വേഗം വരണം എന്ന് പറഞ്ഞ്. ഇത് കേട്ട പാട് ബലരാമനും കൃഷ്ണനും ഒക്കെ ഓടി. അപ്പൊ കണ്ടെന്താ അറിയോ, നന്ദഗോപര് വേദന കൊണ്ട് പുളയ. ഇവരെ കണ്ട പാട് പറഞ്ഞു, കൃഷ്ണാരെ രക്ഷിക്കണേന്നാണ്. വീണ്ടും കരയാൻ തുടങ്ങി. അപ്പൊ ഈ ബലരാമൻ വേഗം തന്നെ അച്ഛന്റെ അടുത്തേക്ക് ഓടാൻ പുറപ്പെട്ടു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, വേണ്ട, ഞാൻ പോയിക്കോളാം. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തെന്നറിയോ, ഈ സർപ്പത്തിന് നന്ദഗോപരൊക്കെ ഒന്ന് നോക്കി സാവധാനം ചെന്നിട്ട് എന്ത് ചെയ്ത്, ഈ പാമ്പിന്റെ വാലിന്റെ ഭാഗത്ത് പതുക്കെ ഒന്ന് കാലുകൊണ്ട് തൊട്ടതേ ഉള്ളൂ. അതിശയം തന്നെ. പിന്നെ ആ പാമ്പിനെ അവിടെ എവിടെയും കാണുന്നില്ല. എല്ലാവരും ശ്രദ്ധിച്ച എവിടെ പോയി പാമ്പ്. നന്ദഗോപരാണ് ആകെ അന്തിച്ച് ചെന്നെ കടിച്ച് തിന്നൊരു പാമ്പുണ്ടായിരുന്നല്ലോ, അതിനെ കാണുന്നില്ലല്ലോ ഒക്കെ വിചാരിച്ച് അന്തിച്ച് നിൽക്കുകയാണ്. പകരം എന്താ കണ്ടതെന്നറിയോ, സർവാഭരണഭൂഷിതനായിട്ടുള്ള സുന്ദരനായിട്ടുള്ള ഒരു യുവാവ് ഭഗവാൻ അങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. അതാണ് കണ്ടത് അവര്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകത്തിന്റെ വിവരണം കൂടി നോക്കാം. മൂന്നാമത്തെ ശ്ലോകത്തില് ആ യുവാവ് കഥ പറയുന്നതാണ്. യുവാവ് പറയാണ്, ഭഗവാനെ അടിയനോട് കൊടുക്കണേ, ഞാൻ കരുതിക്കൂട്ടി ചെയ്തതല്ല, ഞാനൊരു വിദ്യാധരനാണ്, എന്റെ പേര് സുദർശനൻ എന്നാണ്. ശാപം മൂലമാണ് ഞാനൊരു പാമ്പായിട്ട് ഈ കാട്ടിൽ കഴിഞ്ഞത്. അപ്പൊ കൃഷ്ണൻ ചോദിക്കും, എങ്ങനെ ശാപം ഉണ്ടായി? അപ്പൊ പറയണേ, ഞാൻ വളരെ സുദർശനൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നല്ല സുന്ദരനാണല്ലോ കാണാന്. അപ്പൊ ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ട് ഈ സുദർശന സ്വർഗത്തിൽ ഇങ്ങനെ വഴിയെത്തി ഒരു ദിവസം രഥയാത്ര നടത്തി പുറത്തേക്ക് പോവുക. അപ്പൊ കുഞ്ഞുകൊണ്ട് കൂടി അവശരായിട്ടുള്ള കുറച്ച് ആൾക്കാരിങ്ങനെ പോണത് കണ്ട്. പക്ഷെ ഈ സുദർശനൻ ശ്രദ്ധിച്ചതേ ഇല്ല. തീരെ ആരാന്ന് നോക്കാനുള്ള ഒരു ബുദ്ധി പോലും അതിന് തോന്നിയില്ല. ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവരെ പരിഹസിക്കുകയും ചെയ്തു. ആരായിരുന്നത് അറിയോ, അങ്കിരസാദികളായിരുന്നു. അത് ഇയാൾക്ക് അറിയില്ലായിരുന്നു. അവരെ പരിഹസിക്കുകയും ചെയ്തു. അപ്പൊ അതിക്ക് ദേഷ്യം വന്ന് മുനിമാരിച്ച് അവര് ശപിച്ച്, നീ ഒരു പാമ്പായിട്ട് ഈ കാട്ടിൽ കിടക്കട്ടെ. പിന്നെ ശാപമോക്ഷവും കൊടുത്തു. എന്താ അറിയോ, എപ്പം ഭഗവാന്റെ പാദസ്പർശം ഏൽക്കുന്നുവോ അപ്പൊ നിനക്ക് നിന്റെ പൂർണ്ണ രൂപം പ്രാപിക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ പറയാണ്, അപ്പൊ എന്താ ശപിക്കാൻ കാരണം എന്നൊക്കെ ചോദിച്ചപ്പോ അതൊക്കെ പറഞ്ഞ. അപ്പൊ ഈ അങ്കിരസാദികൾ എന്ന് പറഞ്ഞാൽ ആരാണ് അറിയോ, മുനിമാരാണ്. ആരൊക്കെയെന്ന് അറിയോ അങ്കിരസാദികള്? മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ഋതു, ഭൃഗു തുടങ്ങിയ മഹർഷിമാരാണ്. അവരെയാണ് ശപിച്ചത്. അതുകൊണ്ടാണ് അവരെയാണ് കളിയാക്കിയത്. അതുകൊണ്ടാണ് അവർ ശപിച്ചത്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് അവരാണ് എന്നെ ശപിച്ചതല്ല, ഈ അങ്കിരസാദികൾ എന്നെ ശപിച്ചതല്ല, എനിക്ക് അനുഗ്രഹം ആയിട്ടാണ് തോന്നിയത് എന്ന് പറഞ്ഞത്. കാരണം എന്താണെന്നറിയോ, അതുകൊണ്ടാണ് എനിക്ക് ഭഗവാന്റെ മുന്നിൽ വന്നിട്ട് ഭഗവാനെ കാണാനും ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാനും ഒക്കെ കഴിഞ്ഞത്. അതുകൊണ്ട് ഭഗവാനെ അടിയനെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ഉടനെ കൃഷ്ണൻ അനുഗ്രഹം കൊടുത്ത് ഗന്ധർവലോകത്തേക്ക് ആ യുവാവിനെ അയക്കുകയും ചെയ്തു. ഇനി ഇവിടെ ഒരു വാക്കുണ്ട്, സുദർശനധര പ്രഭോ എന്ന്. സുദർശന ഒരിക്കൽ വിളിച്ചിട്ടില്ല. എന്താ അറിയേ സുദർശനധര പ്രഭോ? സുദർശനധരൻ ആരാണ്? മഹാവിഷ്ണു ആണ്. എങ്ങനെ അറിയോ സുദർശന ധരനായത്? സുദർശനം എങ്ങനെയോ മഹാവിഷ്ണുവിന് കിട്ടിയത് അറിയോ? ശ്രീഹരിയുടെ വലത് കൈയിന്റെ ചൂണ്ടുവിരലിലാണ് സുദർശന ചക്രം ഉള്ളത്. നമ്മൾ കണ്ടതാണല്ലോ. അതെങ്ങനെ കിട്ടി എന്നുള്ള കഥ കൂടി നമുക്ക് ഈ അവസരത്തിൽ കേൾക്കാം. ഒരു കാലത്ത് ദൈത്യന്മാരുടെ ശല്യം കാരണം ദേവന്മാരൊക്കെ ബുദ്ധിമുട്ടി. അവര് വല്ലാതെ പീഡിപ്പിക്കുകയാണ് ഇവരെ. ചെന്നിട്ട് സിംഹാസനത്തിനൊക്കെ പിടിച്ചിറക്കുക, ഇങ്ങനെ ഭയങ്കര ശല്യം ചെയ്തു. ഭൂലോകത്തുള്ളവരെയും ശല്യം ചെയ്തു. അവരൊരു കാലമായിരുന്നു ഈ ദൈത്യന്മാരുടെ. അപ്പൊ ഈ ദേവന്മാര് ചെന്നിട്ട് ശ്രീഹരിയെ അഭയം പ്രാപിച്ചു. ഭഗവാനെ ഞങ്ങളെ സഹായിക്കണേ, ഞങ്ങൾക്ക് ദേവലോകത്തിരിക്കാൻ നിവർത്തില്ല, എങ്ങനെയെങ്കിലും ഈ ദൈത്യന്മാരുടെ ശല്യം തീർത്തു തരണേ എന്ന് പറഞ്ഞ് അപേക്ഷിച്ചു. പക്ഷെ ഈ ശ്രീഹരിക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഈ ദൈത്യന്മാരെ. ഉടനെ എന്ത് ചെയ്തു അറിയോ അദ്ദേഹം? ചെയ്ത എന്താ അറിയോ? കുറെ താമരപ്പൂവും സംഘടിപ്പിച്ചിട്ട് നേരിട്ട് കൈലാസത്തിലേക്ക് പോയി ശിവനെ കാണാന്. എന്നിട്ട് ശിവന്റെ സഹസ്രനാമം ചൊല്ലാണ്. ചൊല്ലുമ്പോ ഓരോരോ നാമം ചൊല്ലുമ്പോൾ ഓരോരോ പൂവ് ഇങ്ങനെ അർച്ചന നടത്തുകയാണ്. അങ്ങനെ അവസാനത്തെ നാമം ചൊല്ലിയപ്പോ അർച്ചന നടത്താൻ പൂവില്ല. ഇവിടെ ശ്രീഹരി അത് അമ്പലം ഞാൻ കൃത്യമായിട്ട് കൊണ്ടുവന്നതാണല്ലോ. ചുറ്റുപാടും നോക്കി, എവിടുന്ന് ഒരു പൂവ് കിട്ടിയില്ല. ഒരു പൂവ് നഷ്ടപ്പെട്ടത് എങ്ങനെ അറിയോ? ശിവൻ
പരീക്ഷിക്കാൻ വേണ്ടി ഒളിച്ചു വെച്ചതായിരുന്നു. പക്ഷെ അത് ശ്രീഹരി അറിഞ്ഞിട്ടില്ല. അപ്പൊ അവൻ അവസാനം എന്ത് ചെയ്തു അറിയോ? ശ്രീഹരി താമരപ്പൂ പോലെയുള്ള പോലെയുള്ള തന്റെ നേത്രങ്ങളിൽ ഒന്ന് പറിച്ചെടുത്തിട്ട് ഭഗവാനെ അർപ്പിച്ചിട്ട് ഉടനെ ശംഭു പ്രസന്നനായി. എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറയാണ്, ദൈത്യന്മാരുടെ ശല്യം കാരണം ദേവന്മാർക്ക് തീരെ നിവർത്തില്ലാത്ത ഒരു പരിസ്ഥിതിയിലാണ്. ധർമ്മമൊക്കെ എന്നോ നഷ്ടപ്പെട്ട് ഇപ്പൊ അവിടെ വെറും അനീതിയാണ്. അവരെന്നോട് വന്ന് സങ്കടം പറഞ്ഞിരുന്നു, ദൈത്യന്മാർ എന്തെങ്കിലും ചെയ്തു തരണം, അവരെ വധിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ കയ്യിൽ അതിനുള്ള ആയുധമൊന്നുമില്ല. അതുകൊണ്ട് ഭഗവാൻ എന്താ വേണ്ടത് അറിയോ? എനിക്ക് ഈ ദൈത്യന്മാരെ നിഗ്രഹിക്കാനായിട്ട് എനിക്കൊരു ആയുധം തരണം എന്ന് പറഞ്ഞു. അപ്പോ ശംഭു എന്താ ചെയ്തത്? ശിവൻ തന്റെ കയ്യിലുള്ള തേജോമയമായിട്ടുള്ള ആ സുദർശന ചക്രം മഹാവിഷ്ണുവിന് കൊടുത്തു. അങ്ങനെയാണ് മഹാവിഷ്ണുവിന് സുദർശന ചക്രം കിട്ടിയത്. ഇനി നമുക്ക് 4ാമത്തെ ശ്ലോകത്തിന്റെ വിവരണം നോക്കാം. ഈ കൃഷ്ണൻ ചെറുതായിരിക്കുമ്പോൾ തന്നെ കംസൻ ഒരുപാട് ആൾക്കാരെ കൊല്ലാനയച്ചിട്ടുണ്ടായിരുന്നു. പൂതന, തൃണാവർത്തൻ, ചകാസുരൻ, ഇങ്ങനെ കുറെ ആൾക്കാരെ അയച്ചു. എന്നിട്ട് എന്താ ഉണ്ടായത്? കൃഷ്ണൻ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? കൃഷ്ണൻ ഭഗവാനാണ്, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കൃഷ്ണൻ അവരെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കംസന് സാക്ഷിയുണ്ട്, എന്താ ഈ കുട്ടിക്ക് ഒരു പ്രത്യേകത, ഞാൻ അയച്ച ആൾക്കാരെയൊക്കെ കൊല്ലുകയാണല്ലോ, എന്താ ഈ കുട്ടിയാണോ എന്റെ അന്തകൻ? ദേവകിന്റെയും വസുദേവരുടെയും കല്യാണം കഴിഞ്ഞ് പോകുമ്പോ കംസൻ തേരില് കൊണ്ടുപോവുകയാണ്. കംസനാണ് തേരാളിയായിട്ട് ഇവരെ കൊണ്ടുപോകുന്നത്, ദേവകിനെയും കംസനെയൊക്കെ. കുറച്ച് ചെന്നപ്പോ അതാ ഒരു അശരീരി കേട്ട്, കംസ ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലുന്നു പറഞ്ഞിട്ട്. അപ്പൊ തേരിന്നുണ്ട് ഇറങ്ങി, ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങി. കംസൻ എന്താ അറിയോ? ദേവകിന്റെ മുടി പിടിച്ചിട്ട് വെട്ടാൻ വേണ്ടിയിട്ട്, കഴുത്ത് വെട്ടാൻ വേണ്ടിയിട്ട് വാളങ്ങിയപ്പോൾ വസുദേവരെ പിടിച്ച്, അയ്യോ കൊല്ലണ്ട, ദേവകി അല്ലല്ലോ കൊല്ലുന്നത്, ദേവകിക്ക് ഉണ്ടായ പുത്രന്മാരല്ലേ, അതുകൊണ്ട് ഉണ്ടാകുന്ന മക്കളെയൊക്കെ ഞാൻ കംസന്റെ മുന്നിൽ കൊണ്ടുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ മനമില്ല മനസ്സോടെയാണ്. പിന്നെ തേരോടിക്കാനൊന്നും കംസൻ നിന്നില്ല, അവർ തേരാളിയായിട്ട് പോയതാണ്. അങ്ങനെ 8ാമത്തെ പുത്രൻ എന്നാണല്ലോ പറഞ്ഞു. പക്ഷെ 8ാമത്തെ പ്രസവം കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നപ്പോ കംസൻ ആലോചിച്ച്, ഞാൻ ചെന്നപ്പോ കണ്ടത് ഒരു പെൺകുട്ടിയാണല്ലോ. ആ പെൺകുട്ടിയാണ് ഈ ആകാശത്തേക്ക് മറയും ചെയ്തത്. പറഞ്ഞു, നിന്റെ അന്തകൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് എന്ന് പറയും ചെയ്തത്. ആരാ? ഇവനാണോ? നമുക്കുള്ള സാക്ഷിയാണ്. അങ്ങനെ ഓരോരുത്തരെയും കൊല്ലാൻ അയക്കുകയാണ് കൃഷ്ണനെ വരവരുത്താനായിട്ട്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. വൈശ്രവണന്റെ ഭൃത്യനായിട്ടുള്ള ശങ്കചൂടൻ എന്ന് പറഞ്ഞ ഒരു അസുരനെയാണ് പിന്നെ അയച്ചത്. ആ അസുരൻ ഇങ്ങനെ വന്നത് അറിയോ? ഗോപന്റെ വേഷം കെട്ടിയിട്ടാണ്. അപ്പൊ മറ്റുള്ള ഗോപന്മാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ കൂടി സന്തോഷത്തോടു കൂടി വനത്തിലേക്ക് പശുക്കളെ കൊണ്ടുപോകും, അവരെ കൂട്ടത്തിൽ പോകും. തിരിച്ചു വരുമ്പോ അങ്ങനെ ഈ മറ്റുള്ള ഗോപന്മാരും ഗോപികമാരെയും ഒക്കെ സ്നേഹം പിടിച്ചു പറ്റി. നല്ല പെരുമാറ്റാണ് ആദ്യം ഉണ്ടായിരുന്നത്. കൃഷ്ണന് ഇതൊക്കെ അറിയാം, കൃഷ്ണന് ഇവന് കള്ളനാണെന്നുള്ള കാര്യം അറിയാം, തന്നെ വരിക്കാൻ വന്നതാണെന്നുള്ള കാര്യം അറിയാം. ആരോടും പറഞ്ഞിട്ടില്ല, ഗോപന്മാരോടും പറഞ്ഞിട്ടില്ല, ബലരാമനോട് പോലും ഈ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം വൃന്ദാവനത്തിൽ വൈകുന്നേരമായ സമയത്ത് നന്ദഗോപരും ഗോപന്മാരും ഗോപികമാരും കൃഷ്ണനും ബലരാമനും എല്ലാരും കൂടി ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഉല്ലസിക്കുന്ന സമയമാണ്. ഗോപികമാർക്ക് അവരുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴാണ് അപ്പൊ ഗോപികമാരുണ്ട്, കൃഷ്ണൻ ഇങ്ങനെ ഓടക്കൊഴല് പിടിക്കുന്നുണ്ട്. അങ്ങനെ ഉല്ലസിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഭയങ്കര ഒരു നിലവിളി കേട്ട്. എന്താ അറിയോ? അയ്യോ കൃഷ്ണ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഗോപസ്ത്രീകളുടെ ഗോപികമാരുടെ ഒറ്റയാണത്. കൃഷ്ണൻ ഉടനെ തന്നെ ആ ഭാഗത്തേക്ക് ഓടിയിട്ട് ഈ അപ്പൊ കണ്ട്. അപ്പൊ എന്താ കണ്ടത് അറിയോ? ഈ ശങ്കചൂടൻ എന്ന് പറഞ്ഞ അസുരണ്ടല്ലോ, 2-3 ഗോപികമാരെ കയ്യും പിടിച്ച് ഓടുകയാണ്. ഉടനെ തന്നെ കൃഷ്ണൻ അവിടെ ചെന്ന് തടുത്തു നിർത്തി ഗോപികമാരെ തിരിച്ചയച്ചു. എന്നിട്ട് എന്ത് ചെയ്തു അറിയാം? ശങ്കചൂടന്റെ തലയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അടി കൂടി. അതോടുകൂടി ആ ശങ്കചൂടന്റെ കഥ കഴിഞ്ഞു. അത് ചത്തു വീണ്. ഞാൻ അസുരൻ ശങ്കചൂടൻ എന്നുള്ള പേരുണ്ടാവാനുള്ള കാരണം എന്താ അറിയോ? ആ അസുരന്റെ കയ്യില് ശങ്കിന്റെ ആകൃതിയിലുള്ള ഒരു രത്നമുണ്ട്. ആ രത്നം എടുത്തിട്ട് ബലരാമന് സമ്മാനിക്കുകയും ചെയ്തു. നമുക്ക് 5ാമത്തെ ശ്ലോകത്തിന്റെ വിവരണം കേൾക്കാം. പകൽ സമയം മുഴുവനും ഈ ഗോപികമാരെ പണി എന്താ അറിയോ? ഒരു പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണന്റെ വർണ്ണനയാണ്. കൃഷ്ണന്റെ കളിയും ചിരിയും മനോഹരമായിട്ടുള്ള ആ ഓടക്കുഴൽ വിളി ഇതൊക്കെ എപ്പോഴും അവര് വർണ്ണിച്ചും കൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്ത് എന്ത് മധുരമായിട്ടാണ് ഓടക്കുഴൽ വിളിക്കുന്നത് അവര് പറയാണ്. അതുപോലെ ഭഗവാന്റെ മേനിയാണെങ്കിൽ തിരുവുട എങ്ങനെ എല്ലാവരെയും മയക്കുന്ന തിരുവുടലും
സച്ചിദാനന്ദ സ്വരൂപമായ ആ ബ്രഹ്മത്തെ ഇവര് പതിവായിട്ട് ഗോപികമാരെന്നും കാണുകയാണ്. അങ്ങനെ കണ്ടിട്ട് അവര് മൂർത്തികളായി തീർന്നു. ഭക്തി കൊണ്ടുള്ള പ്രേമം അവരിൽ ഉറച്ച് ഒരിക്കലും കൃഷ്ണനെ തിരിയാൻ വയ്യാത്ത ഒരു നിലയിലെത്തി. കൃഷ്ണൻ വനത്തിൽ പോയാൽ കുറച്ച് നേരം വൈകിയാലും ഇവര് ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. അയ്യോ, കൃഷ്ണനെ കാണുന്നില്ലല്ലോ, ഓടക്കുഴൽ വിളി ഇനി എപ്പോഴാ കേൾക്കുക. എന്ത് രസമായിട്ടാണ് ഓടക്കുഴൽ വായിക്കുന്നത്. ഈ ദേവസ്ത്രീകളുടെ കണ്ണിന് കൂടി ആനന്ദം കൊടുക്കുന്നതാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പലതും പറഞ്ഞ് ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരിക്കും കൃഷ്ണന്. അല്ല, ഈ ഗോപികമാര് അങ്ങനെ കൃഷ്ണന്റെ ഓടക്കുഴൽ വിളി കേട്ടാല് ദൂരന്ന് കേൾക്കുമ്പോഴാണ് ഇവർക്ക് സന്തോഷമായി. അപ്പൊ കൃഷ്ണൻ വരുന്നുണ്ട്, അപ്പോഴേ ഇവർക്ക് സമാധാനമാവുള്ളൂ. ഇനി 6ാമത്തെ ശ്ലോകത്തിൽ വരുന്നത് നമുക്ക് നോക്കാം. പറഞ്ഞല്ലോ, കംസന് ഇരിക്കപ്പുറത്തില്ല, ശങ്കരൂടനെയും കൊന്ന്. ഇപ്പൊ എന്താ ചെയ്യാ? ഊണും ഉറക്കം ഇല്ലാതെ അങ്ങനെ ആലോചിക്കുകയാണ്. മന്ത്രിമാരുമായിട്ടൊക്കെ കൂടി ആലോചിക്കുകയാണ്. അവസാനം എന്താ അറിയുക പിന്നെ ചെയ്തത്? പിന്നെ തന്റെ ഭൃത്യനായ, അതായത് ഈ കംസന്റെ ഭൃത്യനായിട്ടുള്ള കൂട്ടത്തിലേക്ക് വെച്ചിട്ട് നല്ല പൊക്കം, തടി, ദുഷ്ടമാർഗത്തിൽ കണ്ണുള്ളവനും എന്ത് ക്രൂരകൃത്യം ചെയ്യാൻ മടിയില്ലാത്തവനുമായ ഒരു അസുരനെ, അരിഷ്ടാസുരൻ അയച്ചു കൃഷ്ണന്റെ അടുത്തേക്ക്. എങ്ങനെയെന്ന് അറിയോ? ഒരു കാളയുടെ വേഷം കെട്ടിയിട്ടാണ് അയച്ചത്. എന്താണ്, കാളയുടെ വേഷം കെട്ടിയ വേഗം കൊല്ലാൻ എളുപ്പമായല്ലോ എന്നാണ് കംസൻ വിചാരിച്ചത്. എന്താ അറിയോ, ഗോപാലനല്ലേ, ഗോക്കളെ പാലിക്കുന്നവനാണല്ലോ ഭഗവാൻ. അപ്പൊ ഈ കാളയും കൂടി അടുത്ത് കൂടിയിട്ട് പക്കം കിട്ടിയാല് കൃഷ്ണനെ വകവരുത്താന്ന് വിചാരിച്ചിട്ടാണ് വന്നതും. ഈ അരിഷ്ടന്റെ വിചാരം തന്നെ, ഞാൻ എന്തായാലും ഈ പ്രാവശ്യം ഇതിനെ കൊല്ലും. കൃഷ്ണനെ കാണുമ്പോണ്ടല്ലോ തലയൊക്കെ ഇങ്ങനെ പൊത്തി വാല് പൊന്തിച്ച് ചെവിയൊക്കെ ആക്കിയിട്ട് കൃഷ്ണന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക മാത്രമല്ല, ഇങ്ങനെ മുക്രട്ട് കൊണ്ടാണ് നിൽക്കുക. എന്താ അറിയോ മുക്രട് എന്ന് പറഞ്ഞാല് മൂക്ക് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ശബ്ദമാണ്. ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ശക്തിയൊക്കെ കണ്ടോട്ടെ കൃഷ്ണൻ, എന്റെ ആരോഗ്യം കാണട്ടെ, എന്റെ ദേഹം കാണട്ടെ, എന്റെ കൊമ്പ് കാണട്ടെ എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ കൃഷ്ണന്റെ മുന്നിൽ നിൽക്കും. തക്കം കിട്ടിയാൽ കൊല്ലണം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. കൃഷ്ണതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇവനെ കള്ളനാണെന്നും കൊല്ലാൻ വന്നതാണെന്നുള്ള കാര്യങ്ങളും ഒക്കെ അറിയാം. അങ്ങനെ ഈ പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോ ആയിരത്തിലധികം പശുക്കളുള്ളതാണ്. അതിനെ മേയ്ക്കാൻ പോകുമ്പോ ഈ അരിഷ്ടാസുരനും പോകും, ഒപ്പം വരുമ്പോ തിരിച്ചു വരും. അങ്ങനെ ഈ കാളകളുടെ ഈ പശുക്കളുടെയൊക്കെ സൗഹൃദത്തിലായി. പശുക്കൾക്കൊക്കെ താല്പര്യമായി ഈ കാളയോട്. നല്ല ആരോഗ്യമുള്ള ഒരു കാളയാണ്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും താല്പര്യമായി. അങ്ങനെ ഇന്ന് ഇവര് മേയാൻ പോകുമ്പോ പോവും, തിരിച്ചു വരും. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞപ്പോ ഈ ഗോപന്മാര് വന്ന് ഭഗവാനോട് പറയാണ്, ഭഗവാനെ, നമ്മുടെ പശുക്കളെ കുറെ എണ്ണത്തിനെ കാണുന്നില്ലല്ലോ, മേയാൻ പോയ എല്ലാ പശുക്കളും തിരിച്ചു വരുന്നില്ലല്ലോ, ആരോ ഒരു കള്ളൻ ഉണ്ട് ഈ വൃന്ദാവനത്തില് പശുവിനെ കക്കണേ എന്നൊക്കെ ചെന്ന് പറയാണ്. അപ്പൊ കൃഷ്ണൻ പറയാ, അയ്യോ ഞാൻ നോക്കിക്കോളാം, കള്ളനെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോഴിക്കോടി എന്ന് പറഞ്ഞവരെ മടക്കി അയക്കും. അങ്ങനെ പിറ്റേ ദിവസം ഈ പശുക്കളെ ഗോകുലത്തിൽ നിന്ന് പശുക്കളെ കൊണ്ടുപോയപ്പോ ഗോപന്മാരുടെ കൂടെ കൃഷ്ണൻ പോയിട്ടില്ല. ബലരാമൻ മാത്രമേ പോയിട്ടുള്ളൂ. അതാണ് അടുത്ത 7ാമത്തെ ശ്ലോകത്തിലാണ് കേട്ടോ. അപ്പൊ ഈ കൃഷ്ണൻ എന്ത് ചെയ്തു അറിയോ? ഒരു മരത്തിന്റെ മുകളിൽ കയറി ഇങ്ങനെ ഒളിച്ചു നിൽക്കുക. എന്തൊക്കെ സംഭവിക്കുന്നു നോക്കണല്ലോ. അപ്പൊ ആദ്യം ഈ പശുക്കളെ കൂട്ടത്തിൽ ഈ കാളിങ്ങനെ വാലാട്ടി ഒപ്പം പോണുണ്ട്. ഇങ്ങനെ പുല്ലൊക്കെ തിന്ന് അരുവിയിൽ പോയി വെള്ളം കുടിച്ച് പിന്നെ അവരിങ്ങനെ വിശ്രമിക്കുകയാണ് കിടന്നിട്ട്. കാളുകള് ഈ പശുക്കളെ അടുത്ത് നിർത്തിയിട്ട് ഇങ്ങനെ ഒരേ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും. ഈ പശുക്കൾക്കൊക്കെ ഇഷ്ടമാണ് ഈ കാളെ. അങ്ങനെ എല്ലാവരും അടുത്ത് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുക. അവസാനം അങ്ങോട്ട് തിരിച്ചു വരേണ്ട സമയമായി. അപ്പൊ എന്താ അറിയോ കണ്ടത്? അപ്പൊ ഈ അരിഷ്ടാസുരൻ 2-3 പശുക്കളെയും കൂട്ടിയിട്ട് ഇങ്ങനെ കൂട്ടം തെറ്റി പോവുകയാണ്. മറ്റവരെന്നൊക്കെ വേറെയുള്ള പശുക്കളുടെ ഇടയിൽ നിന്നൊക്കെ കൊണ്ടുപോവുകയാണ്. കാട്ടിലേക്ക് ആളില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത് അറിയോ? ഇവരെ പ്രഹരിക്കുകയാണ്. ശക്തിയുള്ള കൊമ്പുകൊണ്ടും ഒക്കെ കുത്തിയിട്ട് ഇവരെങ്ങനെ വേദനിപ്പിക്കുക. അപ്പൊ പശുക്കളാണ് അലമുറ ഇടുന്നുണ്ട്, കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഉടനെ കൃഷ്ണൻ ഇത് കണ്ട് മരത്തുനിന്ന് ഇറങ്ങി ഓടി വന്ന് ഇനി അടുത്ത ശ്ലോകത്തിലാണ് കേട്ടോ പറയാൻ പോണത്, 8ാമത്തെ. അപ്പൊ ഓടി വന്ന് ഈ പശുക്കളെ രക്ഷിച്ച് ഒരു തിരിച്ചയച്ചു. പിന്നെ ഈ അസുരനായിട്ട് ഏറ്റുമുട്ടലായി. കൃഷ്ണനെ കണ്ടതോട് കൂടിയിട്ടുണ്ടല്ലോ ഈ അരിഷ്ടാസുരൻ കൊമ്പൊക്കെ കുടുക്കി ധൈര്യത്തിൽ ഇങ്ങനെ മുക്ര ഇട്ടുകൊണ്ട് ഭഗവാന്റെ അടുത്ത് കൂടുതൽ വരികയാണ്. ഭഗവാൻ അവസാനം അവനെ കീഴടക്കി പിന്നെ കൂടി കാലുകൾ പിടിച്ചിട്ട്
തലയൊക്കെ പിടിച്ചിട്ട് മലക്കി ഒരു ഒറ്റേറ് കൊടുത്തു. അതോടുകൂടി അരിഷ്ടാസുരന്റെ കഥയും കഴിഞ്ഞു. വലിയൊരു മല വീണ പോലെ സ്വന്തം രൂപം പ്രാപിച്ച് അത് ചത്തു. അരിഷ്ടാസുരനെ കൊന്നതോട് കൊല്ലും ചെയ്തു. അപ്പൊ ദേവന്മാർക്കൊക്കെ സന്തോഷമായി. ഓരോ അസുരനെ കൊല്ലുമ്പോഴേ ഈ ദൈത്യന്മാരുടെ ശല്യം കുറയാണല്ലോ. അവരിങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ ഭഗവാനെ സ്തുതിക്കണമൊക്കെ ഉണ്ട്. അവർക്കൊക്കെ സന്തോഷമായി. ഇനി 9ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. 9ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത് അറിയോ? ഈ ഒരു കാളയെ കൊന്നത് കൊണ്ട്, കൃഷ്ണൻ ഈ കാളയെ കൊന്നല്ലോ, അതുകൊണ്ട് വൃഷസ്ഥിതി ഭൂമിയിൽ നല്ല ഉറപ്പുള്ളതായി തീർന്നെന്നാ പറയുന്നത്. ഇവിടെ മേൽപ്പത്തൂര് എന്താ അറിയോ? വൃഷം എന്ന് പറഞ്ഞാൽ കാളയാണ്. അതിന്റെ നാനാർത്ഥാണ് ധർമ്മം. അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നാനാർത്ഥ വൃഷം, അതാണ് വൃഷസ്ഥിതി ഉറച്ചു എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന്റെ നിലനിൽപ്പ് നല്ല ഉറപ്പുള്ളതായി തീർന്നു എന്ന്. ഈ അരിഷ്ടാസുരനെ കൊന്നതോട് കൂടിയിട്ട്. അപ്പൊ ദേവന്മാർക്കൊക്കെ സന്തോഷമായി. ധർമ്മം നിലനിൽക്കുകയാണ്. എന്നോ ഭൂമിയിൽ നിന്ന് ധർമ്മം ഇല്ലാതായതാണ്. നല്ല ഉറപ്പുള്ളതായി ദേവന്മാർക്കും ദേവസ്ത്രീകൾക്കും ഒക്കെ വളരെയധികം സന്തോഷമായി. അവര് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ഭഗവാൻ എന്ത് ചെയ്താലും അതെല്ലാം നന്മയായിട്ടാണ് കഴിക്കുന്നത്. ഇങ്ങനെ അവര് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ഭഗവാൻ ആ സ്തുതി ഒന്നും കേൾക്കാൻ നിന്നില്ല കേട്ടോ. ഭഗവാൻ എന്താ ചെയ്തതെന്ന് അറിയോ? അവരെ സ്തുതി, അവർക്ക് എന്താ അറിയാം അവര് സ്തുതിക്കാൻ കാരണം അവരുടെ കാര്യങ്ങൾ നേടി, അതുകൊണ്ടുള്ള സ്തുതിയാണ്. അത് ശരിക്കുള്ളതല്ല എന്ന് ഭഗവാൻ അറിയാം. അവര് കാര്യം നേടി, അപ്പൊ അവര് ഭഗവാനെ സ്തുതിക്കുകയാണ്. ഇനി 10ാമത്തെ ശ്ലോകത്തേക്ക് നമുക്ക് കടക്കാം. എന്താ അറിയോ? 10ാമത്തെ ശ്ലോകത്ത് പറയുന്നത്, ഗോപന്മാര് എന്താ ചെയ്തത് അറിയോ? കളിയാക്കി ചിരിക്കുകയാണ്. കൃഷ്ണനെ കളിയാക്കി ചിരിക്കുകയാണ്. പണത്തില് ഇവര് സ്തുതിക്കുമ്പോ അത് കേൾക്കാൻ നിൽക്കാതെ കൃഷ്ണൻ ഈ ഗോപന്മാരുടെ കൂട്ടത്തിൽ പോയി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന കേൾക്കാൻ നിന്നില്ല. ഗോപന്മാരെന്താ കൃഷ്ണനെ കളിയാക്കാണ്. എല്ലാരും ഓടിക്കോളി, ആളെ കൊല്ലുന്ന ഒരാളുണ്ടാ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്, കയ്യിലൊരു ഓടക്കൊഴിലുണ്ട്, എല്ലാരും കണ്ടോളി, പശുക്കളെ കാളകളെ നിങ്ങളൊക്കെ ഓടിക്കോളി, കണ്ടാൽ ഇവൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൂട്ടത്തില് കൃഷ്ണനും കൂടിയിട്ട് ഇവരെ കൂട്ടത്തിൽ ഇങ്ങനെ കൂടി കളിക്കുകയാണ്. ഭഗവാന് താല്പര്യമാണ് ഈ ഗോപന്മാരുടെ കളിയും കൂടി. എന്താ അറിയോ? ഗോപന്മാരുടെ മനസ്സ്, പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് ഭഗവാൻ അറിയാം. യാതൊരു കള്ളമില്ല. ഇവരുടെ മനസ്സ് ശുദ്ധാണ്. എന്തുണ്ടായാലും തുറന്നു വരും പറയുന്നതാണ് കുട്ടികള്. അങ്ങനെ അതാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ കളിയാക്കലിലാണ് ഭഗവാനെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഭഗവാൻ എങ്ങനെ അറിയോ? ഈ ദേവന്മാരുടെ ഇടയിൽ ഇരുന്ന യജ്ഞഭാഗം ഭക്ഷിക്കുന്നതിനേക്കാളും ഭഗവാന് താല്പര്യം എപ്പോഴും ഗോപന്മാരുടെ കൂടെ ഇരുന്നിട്ടുള്ള വനഭോജനാണ്. അങ്ങനത്തെ ആളാണ്. ദേവന്മാരുടെ സ്തുതിനേക്കാളൊക്കെ വലിയ ഗോപന്മാരുടെ കളിയാക്കലാണ്. അങ്ങനെ കാട്ടിലിങ്ങനെ ഉല്ലസിച്ച് ഈ ഗോപന്മാരുടെ കൂടത്തിൽ കൈ കൊത്തി ആർത്തി ചിരിച്ച് നടക്കുകയാണ്. അപ്പൊ മേൽപ്പത്തൂര് പറയാം, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഭഗവാനെ, ഗുരുവായൂരപ്പ അടിയന്റെ രോഗം മാറ്റി തരണേന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ വേണമെന്നറിയോ? ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോ ഉള്ളിലൊരു കളങ്കം വെച്ചുകൊണ്ടുള്ള ഭഗവാനെ പ്രാർത്ഥന ശരിക്കുള്ളതല്ല. നമ്മളെ മനസ്സ് ശുദ്ധമായിരിക്കണം, വെള്ള മനസ്സായിരിക്കണം, ഒരു കളങ്കം ഇല്ലാതെ ഭഗവാനെ സ്തുതിക്കണം നമ്മൾ. അപ്പോഴേ നമുക്ക് യഥാർത്ഥ ഭക്തിയൊക്കെ ഉണ്ടാവുള്ളൂ. നമുക്കും അതുപോലെ തന്നെ പരിശുദ്ധമായ മനസ്സോട് കൂടിയിട്ട് ഭഗവാനെ സ്തുതിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ ഐശ്വര്യവും അനുഗ്രഹമൊക്കെ ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഞാൻ ഈ വിവരണം നടത്തുകയാണ്. ഇതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടായിരിക്കാം, എല്ലാം കൊടുക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഹരിയോം. ഇന്നത്തെ നാരായണ പഠനം സമാപിക്കുന്നതിനായി സമർപ്പണ ശ്ലോകം ചൊല്ലുന്നതായി പാലക്കാട് നിന്നും വരുന്ന കനകലക്ഷ്മി അക്കയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോം അക്ക. ഹരിയോം. കായേന വാചാ മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവം കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം നാരായണായ.
ഭക്തിസാന്ദ്രമായ ഇന്നത്തെ നാരായണീയ പഠനം ഇവിടെ പൂർത്തിയാകുന്നു. ഇന്ന് ഇവിടെ ധ്യാന ശ്ലോകം ചൊല്ലിയ അനിരുദ്ധ് കേശവനാണ്. ചാൻഡിങ് ഗൈഡൻസ് നൽകിയ പ്രഭ വിജയകുമാർ അക്ക, ചാൻഡിങ് റിപ്പീറ്റേഷൻ ചെയ്ത് നവമണി അക്ക, ദേവകി അക്ക, ഉഷാ കെ അക്ക, തിലകം അക്ക, വിജയകുമാർ അണ്ണൻ, രവിദാസ് അണ്ണൻ, സരിത പ്രസാദ് അക്ക, സുജാത അക്ക, ഉഷാ സുകുമാരൻ അക്ക, രാജൻ അണ്ണൻ, അത് കഴിഞ്ഞ് സമർപ്പണ ശ്ലോകം ചൊല്ലിയ കനകലക്ഷ്മി അക്ക, ഇവർ ഏവർക്കും സമിതിയുടെ പേരിൽ എന്റെ സ്വന്തം പേരിലും വളരെ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തർക്കും സമിതിയുടെ പേരിലും ഞങ്ങൾ പാലക്കാട് മലപ്പുറം ടീമിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു. ഇന്നലെ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി നടത്തിയ ഭജന സന്ധ്യ, നാരായണീയ പഠനം തുടങ്ങി സന്ധ്യ നേരത്ത് നമ്മുടെ സന്ധ്യയെ ഭക്തിസാന്ദ്രമാക്കാൻ സഹായിക്കുന്ന SPYSS സമിതിക്കും അതിന്റെ പിന്നിൽ എല്ലാത്തിനും സപ്പോർട്ടായി നിൽക്കുന്ന ഗോപകുമാർ അണ്ണനും ജിൽജാക്കും വ്യത്യസ്തമായ ഐഡിയകൾ കൊണ്ട് ഈ പഠനത്തെ ആസ്വാദകരമാക്കുന്ന ഇന്ദിരാദേവി അഹോരാത്രം പ്രയത്നിക്കുന്നു. അവർക്കും ഇതിന്റെ ടെക്നിക്കൽ സൈഡ് എല്ലാം ഹാൻഡിൽ ചെയ്ത് ഇത് നമുക്ക് ഏവർക്കും വേണ്ടി യൂട്യൂബിൽ വരാൻ സഹായിക്കുന്ന സുനൈനാക്കും സമിതിയുടെ പേരിൽ ഞങ്ങൾ ഏവരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. ഹരിയോം. ഇന്ന് ഇവിടെ ആങ്കറിംഗ് ചെയ്യാൻ അവസരം നൽകിയ SPYSS സമിതിക്കും ഇന്ദിരാക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഹരിയോം. നിങ്ങളെല്ലാവരും ഇനിയും മലപ്പുറം പാലക്കാട് ജില്ലകളിലുള്ള ആളുകളുടെ ആതിഥ്യം സ്വീകരിക്കാൻ ഇനിയും വരണം. മീനമാസത്തിൽ നടക്കുന്ന നെന്മാറ വല്ലങ്കി വേല പൂരക്കെട്ട് കാണുവാനും നവംബറിൽ നടക്കുന്ന കൽപ്പാത്തി രഥോത്സവം കാണുവാനും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനും ഏവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. നാരായണീയ പഠനയാത്ര ഇവിടെ നിന്ന് അടുത്ത ജില്ലയായ വടക്കുന്നാഥന്റെ തൃശൂർ ജില്ലയിലാണ് അടുത്ത ആഴ്ച നടക്കുന്നത്. നമുക്കെല്ലാം അവിടെ സന്ധിക്കാം. ഏവർക്കും നന്ദി. അവസാനമായി ലോകകല്യാണ മന്ത്രം ചൊല്ലുന്നതിനായി മലപ്പുറത്ത് നിന്ന് വരുന്ന രാമചന്ദ്രൻ അണ്ണനെ സാദരം ക്ഷണിച്ചുകൊണ്ടു. ഹരിയോമണ്ണ. അപ്പോ നമുക്ക് എല്ലാവർക്കും നിവർന്നിരിക്കാം. കണ്ണുകള് മൃദുവായി അടഞ്ഞിരിക്കട്ടെ. നേരിയ പുഞ്ചിരിയോടെ കൈകള് നമസ്കാര സ്ഥിതിയിൽ കൊണ്ടുവരാം. ഈ ലോകകല്യാണ മന്ത്രം എല്ലാം ഓം ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് വദേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.